ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നപ്പോ ട്രിപ്പ് പോവുകയാണ്. എവിടെയാണ് പോകുന്നത്? ഇല്ലിക്കല്ലോ പോവുകയാണ് ഗായ്സ്. കായ് കുളിച്ചിട്ടില്ല. ആകെ ഞാനും കേൾക്കാൻ പാത്രത്തിൽ കുളിച്ചിട്ടില്ല. ഞാൻ കുളിച്ചു കൊച്ചി എത്തി. വേറെ ആരും കുളിച്ചിട്ടില്ല. ഞാൻ മേലെ എന്റെ കുളി അതാണ്. ഞാനിങ്ങനെ കുളിക്കാറുള്ളൂ. തലയിലെ വെള്ളം ഞങ്ങള് പോയിട്ടുള്ള വിശേഷം ബൈ ഗൈസ്. ഇല്ല, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പെട്രോൾ പമ്പിൽ കയറി വണ്ടി ഫുൾ ടാങ്ക് ഡീസലോ പെട്രോളോ എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. പോണേന് മുന്നേ ഞങ്ങൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. വടയും കൊണ്ട് അൽത്താഫിന്റെ കെട്ടിയോൾ നല്ല മുരുമുരാന്നിരിക്കുന്ന ചൂട് കടികളായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചോണ്ടിരുന്നത്. പഴംപുരി, വട, പരിപ്പ് വട, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത്. ചൂടെന്ന് പറഞ്ഞാൽ വായിൽ വെക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരുന്നു. നല്ല ഫ്രഷ് സാധനം കിട്ടില്ല, ടേസ്റ്റ് ആയിരുന്നു. തിളച്ച പഴംപൊരി ഒന്ന് തുറന്നേ. ഇടുക്കലത്തെ ചൂട് ചേട്ടന് ഐഡിയുണ്ടോ? അവിടുത്തെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളൊരു യൂട്യൂബർ ചേട്ടനെ പരിചയപ്പെട്ടിട്ടോ. ഈ ചേട്ടൻ യൂട്യൂബിലുണ്ടെന്നാ പറഞ്ഞത്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ചായക്കട ഇതാന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. പഴംപൊരി പാർസലാക്കി, പരിപ്പോട കഴിച്ചു, സവാള വട കഴിച്ചു. ഇനി ഞങ്ങള് പോണ വഴിക്ക് ചോറ് കഴിക്കുമ്പോ എല്ലാം കാണിച്ചിട്ട് ആ ചേട്ടന്റെ ഷർട്ടിലായതുകൊണ്ട് ഫ്രണ്ടിലേരിക്കുള്ളൂ. ചേട്ടനാണ് വണ്ടികള്. രണ്ട് ചേച്ചിമാരുണ്ട്. എന്റെ കേട്ട് വിശാലമായിട്ട് പുറകിലിരിപ്പുണ്ടോ ഒന്ന് ചിരിക്കാക്ക. ഉല്ലാസയാത്ര ഉല്ലാസമാക്കാനായിട്ട് തന്നെ ഞങ്ങൾ വെറൈറ്റീസ് ഓഫ് പാട്ടുകൾ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പാട്ടിന് പറ്റാത്ത ഡാൻസുകളും ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്, വൈബായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങളിപ്പോ പഴംപൊരി തിന്നതാണ് ഗൈസ്. എന്റെ പഴംപൊരി, പിരിന്റെ പഴംപൊരി, എല്ലാരും പഴംപൊരി, അൽത്തിന്റെ പഴംപൊരി. തുള്ളലും മേളവും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങൾ ഏതാണ്ട് സ്ഥലത്തെത്താനായിട്ടുണ്ട്. കോടയായിരുന്നു, ഫുൾ കോടയായിരുന്നു. നല്ല അടിപൊളി തണുപ്പും വെള്ളച്ചാട്ടും വൈവാ. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കുറേ വെള്ളച്ചാട്ടമായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാമായിരുന്നു വെള്ളച്ചാട്ടം. നമ്മളിപ്പോ ഇരിക്കുന്നത് വലിയ കല്ലല്ല, ചെറിയ കല്ല്. കല്ല് തെറിച്ചാണ് കൊടുക്കുന്നത്.
ഫൈനലി ഞങ്ങൾ പറഞ്ഞ് ഇല്ലീക്കൽക്കെല്ലാം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഹൈറ്റിലേക്കൊന്നും കയറാൻ നിന്നില്ല. കാരണം ഞങ്ങൾ കയറും തോറും ഇറങ്ങി വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞു എന്തിനാടെ കുഞ്ഞിനെ കൊണ്ട് കയറുന്ന ഭയങ്കര റിസ്ക് ആണ്, മഴയൊക്കെ ആയതുകൊണ്ട് തെന്നി കിടക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഹൈറ്റിലേക്കൊന്നും പോയില്ല. തിരിച്ച് താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നൂഡിൽസും ചായയൊക്കെ കുടിച്ചു. ഫുൾ കോട കൊണ്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഈ ടൈമിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഇല്ലിക്കൽക്കല്ല്. അത് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാരിക്കുത്ത് വാട്ടർഫോൾസിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ബാത്റൂമിൽ കയറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥലത്ത് കയറിയത്. പക്ഷേ ഇത് അവർ റിസോർട്ടായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേ ഒട്ടും പ്ലാൻഡ് അല്ലാനിട്ട് കൂടി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. വേറൊന്നും കണ്ടിട്ടല്ലേ, ഈ ഒരു വാട്ടർഫോൾസിൽ കിടന്ന് മെതിയാലോ എന്ന് കണ്ടിട്ടാണ്. ലാസ്റ്റ് പൊതപ്പെടുത്തും ഉണ്ടാക്കിയിട്ട് നടക്കുന്നുണ്ട്. ഒരാളുണ്ടല്ലോ എവിടെ അൽത്തു. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കലാപരിപാടികൾ തുടങ്ങാലോ എന്ന് വെച്ചിരുന്നപ്പോഴാണ് ഫുഡ് മേടിച്ചില്ല എന്നൊക്കെ. അങ്ങനെ വേഗം പോയി ഫുഡൊക്കെ മേടിച്ച് ഓടി വന്ന് വീണ്ടും ഉടുപ്പൊക്കെ മാറി മുണ്ടക്കൊടുത്ത് മടക്കി കുത്തിയെല്ലാം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. കായ് ഫസ്റ്റിന് ചാടി തകൃതിയായിട്ട് കുളിക്കുന്നുണ്ട്. ഞങ്ങളിതേ പയ്യെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു, എനിക്കിറങ്ങാൻ നല്ല മടിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ നീരാടി കഴിഞ്ഞ് തിരിച്ച് ഇതേ റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ച് കുത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓടി വന്നത്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഗായ്സ്. അത് മതി. ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങാലോ എന്ന് വെച്ചപ്പോൾ ഡിമ്മെന്ന് പറഞ്ഞ് കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം പേടിച്ച് ആകെ വിറച്ചു. കരച്ചിലും തുടങ്ങി. ഞങ്ങൾ പിന്നെ രാത്രി തിരിച്ച് പൈസയും മേടിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.